Hi everyone, this is Neatlist. ഇതൊരു നീറ്റ് ബേസ്ഡ് ചാനലാണ്. സോ ഫസ്റ്റ് ചാപ്റ്റർ വി ആർ ടേക്കിംഗ് ഇസ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. സോ വിതൗട്ട് ഫർദർ ഡിലേ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. സോ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. സോ 1869 ഫെഡറിക് മീഷർ എന്ന സയൻറ്റിസ്റ്റ് ഇല്ലേ, നമ്മുടെ ഈ പസലിനകത്ത് കാണപ്പെടുന്ന ന്യൂക്ലിയസിൻ്റെ അകത്തായിട്ട് ഒരു അസിഡിക് സബ്സ്റ്റൻസ് അദ്ദേഹം കണ്ടെത്തുന്നു. ഈ അസിഡിക് സബ്സ്റ്റൻസിനെ അദ്ദേഹം വിളിച്ച പേരാണ് ന്യൂക്ലീൻ. അപ്പം ന്യൂക്ലീൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഒരു ന്യൂക്ലിക് ആസിഡാണ്. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അത് എലുസിഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിൽക്കിൻസും ഫ്രാങ്ക്ലിനും നമ്മുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ വഴി, ആ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ് വഴി എന്ത് ചെയ്യുന്നു, ഈ കണ്ടെത്തിയ ന്യൂക്ലിയൻ്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് DNA സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്ത ഇമേജ് വഴിയാണ് നമ്മുടെ വാട്സണും ക്രിക്കും DNA ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടെത്തുന്നത്. അതുവഴിയാണ് DNA സ്ട്രക്ചർ നമുക്ക് മനസ്സിലായത്. സോ നമ്മൾ ഡബിൾ ഹെലിക്സ് മോഡൽ എങ്ങനെയാണ് വന്നതെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് DNA ആണ്. സ്ട്രക്ചർ ഓഫ് DNAയും RNAയും. സോ ഫസ്റ്റ് നമുക്ക് DNA പറ്റി പറയാം, എന്നിട്ട് നമുക്ക് RNAയിലേക്ക് പോകാം. സോ DNA എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, അതൊരു ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ഡബിൾ സ്ട്രാൻഡ് ആണ്. ഡബിൾ സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ DNA സ്ട്രക്ചർ കണ്ടിരുന്നു അല്ലേ, അതായത് ഇങ്ങനെ 2 പോളി ന്യൂക്ലിയോടൈഡ് ഉണ്ട്. ആ പോളി ന്യൂക്ലിയോടൈഡിനെ കണക്ട് ചെയ്യുന്നത് എന്താണ്, ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്തത്, ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. 2 പോളി ന്യൂക്ലിയോടൈഡ് ഹൈഡ്രജൻ ബോണ്ട് വഴി കണക്റ്റ് ആവുന്നു. അപ്പോൾ നമുക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് DNA കിട്ടുന്നു. ഓക്കെ, ഇനി ഈ പോളി ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പം ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് കോർത്ത്, അതായത് കണക്റ്റ് ചെയ്തിട്ടാണ് പോളി ന്യൂക്ലിയോടൈഡ് ആവുന്നത്. ഇനി നമുക്കത് പഠിക്കണമെങ്കിൽ എന്തൊക്കെയാണ് DNA കാണപ്പെടുന്ന കമ്പണൻസ് അല്ലെങ്കിൽ പാർട്സ് എന്നുള്ളതാണ്. അപ്പം 3 പാർട്സ് ഉണ്ട്, 3 കമ്പണൻസ് ഉണ്ട്. എന്തൊക്കെയാണ്, ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ്. RNA എടുത്താലും ഈ 3 കമ്പണൻസ് ഉണ്ട്, ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ്. പിന്നെ അവർ തമ്മിൽ വ്യത്യാസമാക്കുന്നത് നൈട്രജൻ ബേസും പിന്നെ അഡീഷണൽ OH ഗ്രൂപ്പാണ്. അതിലേക്ക് നമുക്ക് വരാം. ഇനി നമ്മളൊരു കാര്യം പഠിക്കാറുണ്ട്, എന്താണ്, DNA എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയെന്ന് അറിയാമോ, ഈ ഫോസ്ഫേറ്റിൻ്റെ പ്രസൻസ് ആണ്. ഈ ഫോസ്ഫേറ്റിൻ്റെ പ്രസൻസ് കാരണമാണ് നമ്മൾ DNA നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് DNAയിലും RNAയിലും ഈ 3 കമ്പണൻസ് സെയിം ആണെന്ന് പറഞ്ഞു. പക്ഷെ എന്താ അവർ തമ്മിൽ വ്യത്യാസമാക്കുന്നത്, അത് എന്താണ് ഡിഫറൻസ് വരുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഷുഗർ, അതായത് DNAയിൽ കാണപ്പെടുന്ന ഷുഗറും RNAയിൽ കാണപ്പെടുന്ന ഷുഗറും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. ഓക്കെ, ആദ്യം തന്നെ RNAയിൽ കാണുന്ന പെൻറ്റോസ് ഷുഗർ വരയ്ക്കാം. സോ പെൻറ്റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 5 കാർബൺ ആണ് ഉള്ളത്. സോ പെൻറ്റോസിൻ്റെ സ്ട്രക്ചർ ആദ്യം വരയ്ക്കണം. ഇങ്ങനെയാണ് പെൻറ്റോസിൻ്റെ സ്ട്രക്ചർ വരിക. ഓക്കെ, സോ കാർബൺ 1, ഫസ്റ്റ് കാർബണിൽ OHും Hഉം, സെക്കൻഡ് കാർബണിൽ Hഉം OHും, തേർഡ് കാർബണിലും Hഉം OHും, ദെൻ ഫോർത്ത് കാർബൺ CH2OH. സോ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക, ദിസ് ഇസ് 1 2 3 4 5. അങ്ങനെയാണ് ഇതിനെ പെൻറ്റോസ് ഷുഗർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സെക്കൻഡ് കാർബൺ നോക്കുക. സെക്കൻഡ് കാർബണിൽ OH കാണും. അപ്പോൾ ഈ OH ഉണ്ടായത് കൊണ്ട് തന്നെ വേറെ മോളിക്യൂൾ വന്നു കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്ത് ബോണ്ട് ഉണ്ടാക്കും. അതുകൊണ്ടാണ് RNA ഹൈലി റിയാക്റ്റീവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്നാൽ DNA സ്ട്രക്ചർ നമ്മൾ വരച്ച് നോക്കാം. DNA എന്താണ്, പെൻറ്റോസ് ഷുഗറാണ്. അപ്പോൾ എന്താ വ്യത്യാസമെന്ന് നോക്കണ്ടേ. അപ്പോൾ ആദ്യം നമ്മൾ പെൻറ്റോസ് ഷുഗർ വരയ്ക്കുക. ഓക്കെ, ഇവിടെ ഫസ്റ്റ് കാർബണിൽ OHും Hഉം,
സെക്കൻഡ് കാർബണിൽ എച്ചും എച്ചുമാണ്, ഒ എച്ച് അല്ല. തേർഡ് കാർബണിൽ എച്ചും ഒ എച്ചും ആൻഡ് ഫോർത്ത് കാർബൺ നോക്കൂ, HCH2 OH. സോ നമുക്ക് കാർബണിൻ്റെ എണ്ണം മാർക്ക് ചെയ്യാം. 1 2 3 4 5 കാർബൺ ഉണ്ട്. പക്ഷേ വ്യത്യാസം എന്താണ്? രണ്ടാമത്തെ കാർബണിലാണ്. രണ്ടാമത്തെ കാർബണിൽ ഓടെ കുറവുണ്ട്. ഒ എച്ച് ആണ് നമ്മൾ RNAയിൽ കണ്ടത്. പക്ഷേ DNAയിൽ ഒരു O ഇല്ല, OH ഇല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു OH ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഡീഓക്സി എന്ന് വിളിക്കുന്നു. അതുകൊണ്ടാണ് DNA ഡീഓക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഓക്സിജൻ്റെ കുറവുണ്ട്, അതുകൊണ്ടാണ് ഡീഓക്സി എന്ന് വിളിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം DNA-യും RNA-യും ഒരു പെൻറ്റോ ഷുഗർ തന്നെയാണ്. പക്ഷേ ഓക്സിജൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ, OH എന്നുള്ള ഗ്രൂപ്പിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം RNA-യിൽ ഒരു സെക്കൻഡ് പ്രൈം കാർബണിൻ്റെ സെക്കൻഡ് പ്രൈമിൽ എന്താ സംഭവിച്ചത്? അഡീഷണൽ ഓക്സിജൻ ഉണ്ടല്ലേ, അഡീഷണൽ OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹൈലി റിയാക്റ്റീവ് ആകുന്നു. ഓക്കെ, ഇൻസ്റ്റേബിളാണ് RNA DNA വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ DNA എന്താണ്? സ്റ്റേബിളാണ്. അതിൻ്റെ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് തൈമിൻ എന്ന നൈട്രജൻ ബേസാണ്. അപ്പം തൈമിൻ എന്താണെന്ന് പഠിക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് നൈട്രജൻ ബേസസ് എന്താണെന്ന് അറിയണം. നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് ഉള്ളത്. ഒന്ന് പ്യൂറിൻസ്, രണ്ടാമത്തത് പിരമിഡൻസ്. അപ്പോൾ DNA-യിലെ നൈട്രജൻ ബേസസിനെ പറ്റി ആദ്യം പഠിക്കാം. സോ പ്യൂറിൻസ് എന്ന് പറയുന്നത് അഡനിനും ഉണ്ട് ഗ്വാനിനും ഉണ്ട്. പിരമിഡൻസ് എന്ന് പറയുന്നത് സൈറ്റോസിനും തൈമിനുമാണ്. അപ്പോൾ പ്യൂറിൻസും പിരമിഡൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നറിയാമോ? പ്യൂറിൻസ് എന്ന് പറയുന്നത് ഡബിൾ റിംഗ് സ്ട്രക്ചേഴ്സാണ്. ഇതാണ് ആ സ്ട്രക്ചർ, ഡബിൾ റിംഗ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റിംഗ് ഉള്ള സ്ട്രക്ചേഴ്സാണ്. 9 കാർബൺ പ്യൂറിൻസിനകത്തുണ്ട്. എന്നാൽ പിരമിഡൻസ് നോക്കൂ, സിംഗിൾ റിംഗ് സ്ട്രക്ചറാണ്, 6 കാർബണേ ഉള്ളൂ. ഇപ്പോൾ പിരമിഡൻസ് എന്ന് പറയുന്നത് സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ. പക്ഷേ DNA-യിൽ എന്തേ ഉള്ളൂ? സൈറ്റോസിനും തൈമിനേ ഉള്ളൂ, യുറാസിലില്ല. യുറാസിലിന് പകരം ആരാണുള്ളത്? തൈമിനാണുള്ളത്. ഇനി RNA എടുക്കൂ. RNA-യിലെ നൈട്രജൻ ബേസസും പ്യൂറിൻസ് എന്ന് പറയുന്നത് അഡനിനും ഗ്വാനിനുമാണ്. പിരമിഡൻസ് എന്ന് പറയുന്നത് സൈറ്റോസിനും യുറാസിലുമാണ്. മനസ്സിലായോ? അപ്പോൾ തൈമിനും യുറാസിലുമാണ് നൈട്രജൻ ബേസസിൽ DNA-യിലും RNA-യിലും വരുന്ന മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്യൂറിൻസ് ഒരു ഡബിൾ റിംഗ് സ്ട്രക്ചേഴ്സാണ്, അതായത് 2 റിംഗ് ഉണ്ട്. ഇനി പിരമിഡൻസ് എന്ന് പറയുന്നത് സിംഗിൾ റിംഗ് സ്ട്രക്ചേഴ്സാണ്. അപ്പം പിരമിഡൻസ് ഏതൊക്കെയാണ്? സൈറ്റോസിനുണ്ട്, യുറാസിലുണ്ട്, തൈമിനുണ്ട്. പക്ഷേ RNA-യിൽ തൈമിന് പകരം യുറാസിലാണ്, DNA-യിലോ തൈമിൻ മാത്രമേ ഉള്ളൂ. സോ സൈറ്റോസിൻ എവിടെ ഉണ്ട്? ബോത്ത് DNA ആൻഡ് RNA. പക്ഷേ യുറാസിൽ എവിടെയേ ഉള്ളൂ? RNA-യിലേ ഉള്ളൂ. ആൻഡ് തൈമിൻ എവിടെയാണ് ഉള്ളത്? DNA-യിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ DNA-യുടെയും RNA-യുടെയും 3 കമ്പണൻസിൽ 2 കമ്പണൻസാണ് പഠിച്ചത്. അവർ തമ്മിലുള്ള ഡിഫറൻസും പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്ന് പെൻറ്റോസ് ഷുഗർ തമ്മിലുള്ള വ്യത്യാസം, രണ്ടാമത്തത് നൈട്രജൻ ബേസ്. ഇനി മൂന്നാമത്തെ ആളാണ് എന്ത്? ഫോസ്ഫേറ്റ്. അപ്പോൾ ഫോസ്ഫേറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നറിയാമോ? ദാ ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരിക. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഫോസ്ഫേറ്റ്, അതായത് ഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ ഈ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ്. അതുകൊണ്ടാണ് DNA നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പം 3 കമ്പണൻസും പഠിച്ചു. DNA-യുടെ സ്ട്രക്ചേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 3 കമ്പണൻസാണ് ഷുഗർ, നൈട്രജൻ ബേസസ് ആൻഡ് ഫോസ്ഫേറ്റ്. നമ്മൾ തൈമിൻ എന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഇനി തൈമിൻ എന്ന് പറയുന്നത് കെമിക്കലി എന്താണെന്ന് അറിയാമോ? 5-methyl, അതായത് 5-methyl യുറാസിലാണ്. യുറാസിൽ തന്നെയാണ് തൈമിൻ. പക്ഷേ വ്യത്യാസം എന്ന് വെച്ചാൽ യുറാസിലിൻ്റെ 5ാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ തൈമിൻ 5-methyl യുറാസിൽ എന്നാണ് അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തൊരു ടേമാണ് ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പെൻറ്റോസ് ഷുഗർ പഠിച്ചു, നൈട്രജൻ ബേസും പഠിച്ചു. അപ്പോൾ പെൻറ്റോസ് ഷുഗറും നൈട്രജൻ ബേസും കൂടെ പറയുന്ന ഒരു ടേമാണ് ന്യൂക്ലിയോസൈഡ്. അതായത് ഇത് നോക്കൂ,
ഇതൊരു പെൻറ്റോസ് ഷുഗറാണ്. ഈ ഒരു സ്ട്രക്ചർ എന്താണ്? പെൻറ്റോസ് ഷുഗറാണ്. ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തേക്കുന്നതാണ് നൈട്രജൻ ബേസ്. ഇവിടെ തൈമിനാണ് കാണിച്ചേക്കുന്നത്. സിംഗിൾ റിംഗ് സ്ട്രക്ചറാണ് അല്ലേ തൈമിൻ, പിരമിഡിനാണ്. അപ്പോൾ അത് വന്നിട്ട് പെൻറ്റോസ് ഷുഗറിൽ വന്ന് അറ്റാച്ച് ചെയ്തു. എവിടെയാണ് അറ്റാച്ച് ചെയ്തത്? 1 അല്ലേ, കാർബൺ 1ലാണ് അറ്റാച്ച് ചെയ്തത്. 1' എൻഡ് ഓഫ് ദി കാർബണിലാണ് തൈമിൻ വന്ന് അറ്റാച്ച് ചെയ്തത്. അപ്പോൾ അവർ തമ്മിൽ ക്രിയേറ്റ് ചെയ്തൊരു ബോണ്ടുണ്ട്. അതായത് നൈട്രജൻ ബേസും പെൻറ്റോസ് ഷുഗറും തമ്മിലൊരു ബോണ്ട് വന്നു. ആ ബോണ്ടാണ് എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നാണ് പറയുക. സോ പെൻറ്റോസ് ഷുഗറിൽ ഒരു നൈട്രജൻ ബേസ് വന്ന് അറ്റാച്ച് ചെയ്താൽ നമ്മൾ വിളിക്കുന്ന ടേമാണ് ന്യൂക്ലിയോസൈഡ്. ഓക്കെ, ഇനി ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് ഇപ്പം അഡനിനാണ് ഈ ഷുഗറിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നിരിക്കുക. അപ്പം നമ്മളതിനെ ഡിയോക്സി അഡിനോസ് എന്ന് പറയും. DNA-യിൽ, RNA-യിൽ നമ്മൾ അഡിനോസ് എന്ന് പറയും. ഇനി ഗുവാനിനാണ് വന്നെങ്കിലോ നമ്മൾ DNA-യിൽ എന്ത് പറയും? ഡിയോക്സി ഗുവാനോസിൻ എന്ന് പറയും. ഇനി സൈറ്റോസിൻ ആണെങ്കിൽ ഡിയോക്സി സൈറ്റിഡിൻ, തൈമിനാണെങ്കിൽ ഡിയോക്സി തൈമിഡിൻ. സോ നൈട്രജൻ ബേസ് അല്ലേ, നൈട്രജൻ ബേസ് പ്ലസ് ഷുഗറിനെയാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയോടൈഡ് എന്നുള്ള ടേമാണ്. അതായത് നൈട്രജൻ ബേസും ഷുഗറും ഫോസ്ഫേറ്റും കൂടെ ചേർന്നാലാണ് ന്യൂക്ലിയോടൈഡ് ആകുന്നത്. ഇപ്പം നമ്മൾ നൈട്രജൻ ബേസിൻ്റെ സ്ട്രക്ചർ പഠിച്ചു. ഇപ്പോൾ നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ പ്യൂരിൻസ് ഉണ്ട്, പിരമിഡിൻസ് ഉണ്ട്. ഇനി ഷുഗർ എന്ന് പറയുന്നത് പെൻറ്റോസ് ഷുഗറാണ്, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇനി നമുക്ക് ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പഠിക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു പെൻറ്റോസ് ഷുഗർ വരയ്ക്കുക. പെൻറ്റോസ് ഷുഗർ വരച്ചു. ഇനി അതിലേക്കൊരു നൈട്രജൻ ബേസ് വന്ന് അറ്റാച്ച് ചെയ്താൽ അതെന്തായിട്ട് മാറി? ന്യൂക്ലിയോസൈഡ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്താലാണ് അതൊരു ന്യൂക്ലിയോടൈഡ് ആകുന്നത്. അപ്പോൾ ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മുടെ 5ാമത്തെ കാർബണില്ലേ, അതായത് ഇവിടെ CH2OH, ഈ 5ാമത്തെ കാർബണിലാണ് എന്ത് വരുന്നത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. നോക്കൂ, ഇവിടെ OH, ഇവിടെയും OH ആണ് വരിക, ഇവിടെയും OH ആണ് വരിക. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇവിടെ 2 OH ഗ്രൂപ്പ് വന്നു. അപ്പോൾ 2 OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകും. ഒരു H2O മോളിക്യൂൾ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്ത് പോകും. സോ H2O മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്താൽ പിന്നെ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നറിയോ? നമ്മൾ ആദ്യം ഒരു പെൻറ്റോസ് ഷുഗർ വരച്ചു, പിന്നെ എന്ത് വന്നു? ഒരു നൈട്രജൻ ബേസ് വന്ന് അറ്റാച്ച് ചെയ്തു, പിന്നെ 5ാമത്തെ കാർബൺ അല്ലേ, 5ാമത്തെ കാർബണിൽ ഇനി എന്തോ ഉള്ളൂ? OH അല്ലേ, H2O എലിമിനേറ്റ് ചെയ്തു. സോ ഇതൊരു ന്യൂക്ലിയോടൈഡാണ്. ഇവിടെ കാർബണിൻ്റെ അല്ലേ, പെൻറ്റോസ് ഷുഗറിൻ്റെ ആദ്യത്തെ കാർബണിലാണ് നൈട്രജൻ ബേസ് വന്ന് അറ്റാച്ച് ചെയ്തത്. ദെൻ 5th കാർബണിലാണ് ഫോസ്ഫേറ്റ് വന്ന് അറ്റാച്ച് ചെയ്തത്. ഇനി ഫോസ്ഫേറ്റും നൈട്രജൻ ബേസ് അല്ല, പെൻറ്റോസ് ഷുഗറും തമ്മിലുള്ള ബോണ്ടിനെയാണ്, അതായത് ഇവർ തമ്മിൽ കണക്ട് ചെയ്ത ബോണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഫോസ്ഫേറ്റ് വന്ന് ഏത് കാർബൺ, അതായത് 5th കാർബൺ, പെൻറ്റോസ് ഷുഗറിൻ്റെ 5th കാർബണിൽ വന്ന് അറ്റാച്ച് ചെയ്തു. അവിടെ ഉണ്ടായ ബോണ്ടാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഇതൊരു ന്യൂക്ലിയോടൈഡിൻ്റെ കാര്യമാണ്. ഇനി പോളി ന്യൂക്ലിയോടൈഡ് ആകണമെങ്കിൽ ഒരുപാട് ന്യൂക്ലിയോടൈഡ് വന്ന് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമ്മളിനി അടുത്ത ഒരു ന്യൂക്ലിയോടൈഡും കൂടെ വരയ്ക്കുകയാണ് പോളി ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചർ അറിയാൻ. ഓക്കെ, അപ്പോൾ ഇത് നൈട്രജൻ ബേസ് ആണ്. ഇനി 5ാമത്തെ കാർബണിലാണ് എന്ത് സംഭവിച്ചത്? ഫോസ്ഫേറ്റ് വന്ന് ഇരുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് 3ാമത്തെ കാർബണിലായിരിക്കും. ആദ്യത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ 3ാമത്തെ കാർബണിലായിരിക്കും എന്ത് ചെയ്യുന്നത്? 2ാമത്തെ ന്യൂക്ലിയോടൈഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. എന്നാലോ 2ാമത്തെ കാർബണിൽ എവിടെയായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്? 5' എൻഡിൽ. അപ്പോൾ നമുക്ക് മനസ്സിലാകും പോളി ന്യൂക്ലിയോടൈഡ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്? 3' എൻഡ് ടു 5' എൻഡിലായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. ഇപ്പം ആദ്യത്തെ ന്യൂക്ലിയോടൈഡിൽ 2ാമത്തെ ന്യൂക്ലിയോടൈഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് 3' എൻഡിലായിരിക്കും. ഇനി 2ാമത്തെ ന്യൂക്ലിയോടൈഡിൽ എവിടെയായിരിക്കും വന്ന് അറ്റാച്ച് ചെയ്യുക? 5' എൻഡിലായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. സോ
ഒരു പെൻഡോ ഷുഗറിൽ ഫോസ്ഫേറ്റ് വന്ന് അറ്റാച്ച് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ബോണ്ടാണ് ഫോസ്ഫോഎസ്റ്റർ. അതേപോലെ ഇവിടെയും എന്തുണ്ടായി, ഒരു ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് ഉണ്ടായി. അപ്പം ടുഗദർ ഒരു പോളിന്യൂക്ലിയോടൈഡിൽ ഏത് ബോണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, പോളിന്യൂക്ലിയോടൈഡിൽ നോക്കൂ, ഇവിടെ ഒരു ഫോസ്ഫോ എസ്റ്റർ ഉണ്ട്, ഇവിടെയും ഫോസ്ഫോ എസ്റ്റർ ഉണ്ട്. അപ്പോൾ 2 ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് വന്നില്ലേ. സോ ടുഗദർ നമ്മൾ എന്തെന്ന് വിളിക്കും, ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടാണ് വന്നത്. ഇനി നമ്മൾ നൈട്രജൻ ബേസും ഷുഗറും തമ്മിലുള്ള ബോണ്ടിനെ നമ്മൾ എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറഞ്ഞു. ഇനി ഫോസ്ഫേറ്റും പെൻഡോ ഷുഗറും ആണെങ്കിലോ അത് ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ്. ഓക്കെ, അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ചർഗാഫ് റൂൾ. അതായത് ഇർവിൻ ചർഗാഫ് റൂള് എന്ന് വെച്ച് കഴിഞ്ഞാൽ A+G, അതായത് അഡനിൻ പ്ലസ് ഗ്വാനിൻ എന്ന് പറയുന്നത് തൈമിൻ പ്ലസ് സൈറ്റോസിൻ എന്നാണ്. അതായത് അഡനിൻ എത്രയുണ്ടോ അത്ര തന്നെ ടൈമിനും ഉണ്ട്, അതുപോലെ തന്നെ ഗ്വാനിൻ എത്രയുണ്ടോ അത്ര തന്നെ സൈറ്റോസിനുണ്ട്. സോ അഡനിൻ ഈക്വൽ ടു തൈമിൻ ആൻഡ് ഗ്വാനിൻ ഈക്വൽ ടു സൈറ്റോസിൻ. ഫോർ എക്സാമ്പിൾ, അഡനിൻ ഒരു 20 ഉണ്ട്, അഡനിൻ 20 ആണ്. അങ്ങനെയാണെങ്കിൽ തൈമിനും എത്ര തന്നെയാണ്, 20 ആണ്. ഇനി ഗ്വാനിൻ 40 ഉണ്ട്, അങ്ങനെയാണെങ്കിൽ സൈറ്റോസിൻ എത്രയുണ്ട്, 40 ഉണ്ട്. അപ്പോൾ അതാണ് ഇർവിൻ ചർഗാഫ് റൂൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളോട് പറയാണ് അഡനിൻ ഒരു 20 ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈറ്റോസിൻ എത്ര കണ്ടെത്താം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അഡനിൻ 20 ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തൈമിൻ എത്രയുണ്ട്, 20 ഉണ്ട്. സോ ടോട്ടൽ A+T എന്ന് പറയുന്നത് എത്രയാണ്, 40 ആണ് അല്ലേ, 40 ആണ് A+T. അങ്ങനെയാണെങ്കിൽ G+C എന്ന് പറയുന്നത് എന്താണ്, 60 ആയിരിക്കും. മനസ്സിലായോ, 60 ആയിരിക്കും. അതിനർത്ഥം ഗ്വാനിൻ 30 ഉണ്ട്, സൈറ്റോസിൻ എത്ര ഉണ്ട്, 30 ഉണ്ട്. മനസ്സിലായോ, അതെങ്ങനെയാണ് കിട്ടിയത്? നമുക്കറിയാം അഡനിൻ 20 ഉണ്ട്, അപ്പോൾ തൈമിൻ എത്ര ഉണ്ട്, 20 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 40 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 100ൽ നിന്ന് 40 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 60 കിട്ടും. അപ്പം ഈക്വൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഗ്വാനിനും സൈറ്റോസിനും എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ അഡനിൻ പെയേഴ്സ് വിത്ത് തൈമിൻ ഇങ്ങനെ 2 ഡബിൾ ബോണ്ടാണ്, 2 ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ് അഡനിൻ തൈമിനുമായിട്ട് പെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്വാനിൻ പെയേഴ്സ് വിത്ത് സൈറ്റോസിൻ വിത്ത് 3 ഹൈഡ്രജൻ ബോണ്ട്, 3 ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് ഗ്വാനിൻ സൈറ്റോസിനെ എന്ത് ചെയ്യുന്നത്, പെയർ ചെയ്യുന്നത്. ഞാനിനി വീണ്ടും DNA സ്ട്രക്ചർ എടുക്കുകയാണ്. ഇതൊരു ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക്ബോൺ. ഓക്കെ, നമ്മളൊരു ന്യൂക്ലിയോടൈഡ് എടുക്കുക, പോളിന്യൂക്ലിയോടൈഡിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നതാണ് ഷുഗർ ഫോസ്ഫേറ്റ്. ഓക്കെ, ഷുഗറും ഫോസ്ഫേറ്റും ആണ് അതിൻ്റെ ബാക്ക് ബോൺ. സോ എങ്ങനെയാണ് നൈട്രജൻ ബേസ് പെയർ ചെയ്യുന്നത് കണ്ടോ, തൈമിൻ അല്ലേ, അഡനിൻ പെയേഴ്സ് വിത്ത് തൈമിൻ, അതേപോലെ ഗ്വാനിൻ പെയേഴ്സ് വിത്ത് സൈറ്റോസിൻ, ഇങ്ങനെയാണ് പെയർ ചെയ്യുന്നത്. അഡനിൻ പെയർ ചെയ്യുന്നത് 2 ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്, അതുപോലെ ഗ്വാനിൻ പെയർ ചെയ്യുന്നത് 3 ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഈ സ്ട്രക്ചറിൽ നോക്കിയാൽ കാണാം ഇത് 2 ബേസ് പെയർ ആണ്. നോക്കൂ, ഈ 2 ബേസ് പെയർ കണ്ടോ, ഈ 2 ബേസ് പെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 0.34 നാനോമീറ്റർ. 0.34 നാനോമീറ്റർ, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കൺസിക്യൂട്ടീവ് ബേസ് പെയേഴ്സ് എന്ന് പറയുന്നത് 0.34 നാനോമീറ്റർ ആണ്. ഇനി ഈ ഒരു ഡബിൾ സ്ട്രാൻഡഡ് DNA പിച്ച് എടുക്കുകയാണ്. അതായത് ഒരു കറക്കം എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ആണ്. ആ പിച്ച് എന്ന് പറയുന്നത് 10 ബേസ് പെയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ പിച്ച് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ 10 ബേസ് പെയർ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കൺസിക്യൂട്ടീവ് ബേസ് പെയേഴ്സ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 3.4 നാനോമീറ്ററിന് കിട്ടിയത്. ഇനി ഒരു കാര്യമാണ് DNA ലെങ്ത്ത് നമുക്ക് എങ്ങനെ കണ്ടെത്താം. അപ്പോൾ DNA ലെങ്ത്ത് കണ്ടെത്തണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബേസ് പെയേഴ്സ്, എത്ര ബേസ് പെയേഴ്സ് ഉണ്ട്, ഇൻറ്റു എന്തിൻ്റെ ഡിസ്റ്റൻസ് ആണെന്നറിയാമോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻ്റ് ആയിട്ടുള്ള പെയേഴ്സ്, 2 അഡ്ജസൻ്റ് ആയിട്ടുള്ള ബേസ് പെയേഴ്സ്.
അപ്പോൾ അങ്ങനെയാണ് നമുക്ക് DNA ലെങ്ത് കണ്ടെത്താനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5x174 എന്ന് പറയുന്ന ബാക്ടീരിയോഫേജിൽ എത്ര ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 5386 ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. ഏത് ബാക്ടീരിയോഫേജിലാണ്? 5x174 എന്ന് പറയുന്ന ബാക്ടീരിയോഫേജിൽ 5386 ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയോഫേജ് ലാംഡയിൽ എത്ര ബേസ് പെയേഴ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 48,502 ബേസ് പെയേഴ്സ് ആണ്. ഇനി ഈക്കോളായി എന്ന് പറയുന്ന ബാക്ടീരിയയിൽ എത്രയുണ്ട്? 4.6 × 10⁻⁶ ബേസ് പെയേഴ്സ് ആണ് ഉള്ളത്. ദെൻ ഹാപ്ലോയിഡ് കണ്ടൻറ്റ് ഓഫ് ഹ്യൂമൻ DNA എത്ര ബേസ് പെയേഴ്സ് ഉണ്ടെന്ന് അറിയാമോ? 3.3 × 10⁻⁹ ബേസ് പെയേഴ്സ് ആണ് ഉള്ളത്. സോ ബേസ് പെയേഴ്സും ന്യൂക്ലിയോടൈഡ്സും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് ഓഫ് DNA കണ്ടെത്താം. സോ ഈക്കോള എടുക്കുമ്പോൾ 4.6 × 10⁻⁶ ബേസ് പെയേഴ്സ് ആണ്. അപ്പോൾ ബേസ് പെയേഴ്സിൻ്റെ എണ്ണം കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെങ്ത് കണ്ടെത്താം. എങ്ങനെയാ? അതിൻ്റെ കൂടെ ഡിസ്റ്റൻസ്, അല്ലേ, 2 പെയേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് പഠിച്ചതെന്ന് വെച്ചാൽ ഫെഡറിക് മീഷർ എന്ന സയൻറ്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് DNA എന്നുള്ള സബ്സ്റ്റൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ആസിഡിക് സബ്സ്റ്റൻസിനെ ന്യൂക്ലിൻ എന്നാണ് വിളിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് വിൽക്കിൻസും ഫ്രാങ്ക്ലിനും എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ് വഴി ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഇമേജ് വഴി എന്ത് ചെയ്തു? ഡബിൾ ഹെലിക്സ് മെത്തേഡ് വാട്സൺ ആൻഡ് ക്രിക്ക് പ്രൊപ്പോസ് ചെയ്തു. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ DNA സ്ട്രക്ചർ പഠിച്ചത്. DNA എന്തൊക്കെയാണ് ഉള്ളത്? DNA 2 പോളി ന്യൂക്ലിയോടൈഡ് ആണ് ഉള്ളത്. അതുകൊണ്ടാണത് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത്. പിന്നെ DNA കമ്പണൻസ് എന്ന് പറയുന്നത് നൈട്രജൻ ബേസ് പെൻറ്റോസ് ഷുഗർ ഫോസ്ഫേറ്റ് ആണ്. നൈട്രജൻ ബേസ് അഡനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ എന്നൊക്കെ പറഞ്ഞു പ്യൂരിൻസും പിരമിഡൻസും എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ഷുഗർ, അല്ലേ, റൈബോസ് ഷുഗറും പഠിച്ചു. പിന്നെ ഡിയോക്സി റൈബോസ് ഷുഗറും എന്താണെന്ന് പഠിച്ചു. പിന്നെ ഫോസ്ഫേറ്റ് ആണ് അസിഡിക് നേച്ചർ DNAയിൽ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള കാര്യം പഠിച്ചു. പിന്നെ എന്താണ് ന്യൂക്ലിയോസൈഡ്, എന്താണ് ന്യൂക്ലിയോടൈഡ് എന്നുള്ള കാര്യം. ദെൻ ആഫ്റ്റർ നമ്മൾ പോളി ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുന്ന കാര്യം പഠിച്ചു. ആൻഡ് അതിനുശേഷം ഇർവിൻ ചർഗാഫ് റൂളുമാണ് പഠിച്ചത്. അപ്പം ഇത്രയുമാണ് മോളിക്യുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലെ ബേസിക് കാര്യങ്ങൾ. ഇനിയാണ് DNA എങ്ങനെയാണ് ജനറ്റിക് മെറ്റീരിയലായിട്ട് കണ്ടെത്തിയത് എന്നുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ പഠിക്കാൻ പോകുന്നത്. സോ താങ്ക് യു ഫോർ ദിസ് സെഷൻ.